നമസ്കാരം. ഞാൻ അശോക് നാരായൺ. മനുഷ്യൻ്റെ ചരിത്രമെന്ന് പറയുന്നത് എക്കാലത്തും കീഴടക്കലുകളുടെ ഒരു ചരിത്രമാണ്. കടലുകളെയും കരകളെയും ആകാശത്തെയും എല്ലാം അവൻ വളരെ എളുപ്പത്തിൽ തന്നെ കീഴടക്കി. ഒടുവിൽ ഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള ആ എവറസ്റ്റിൻ്റെ നെറുകയിലും അവൻ അവൻ്റെ വിജയക്കൊടി പാറിച്ചു. ഒരു കൊടുമുടിയെ കീഴടക്കുന്ന സമയത്ത് മനുഷ്യൻ്റെ തലച്ചോറിലെ ഡോപ്പമൈൻ എന്നുള്ള ഹോർമോൺ വലിയ തോതിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് അവന് വളരെ വലിയ ഒരു ലഹരിയെ പ്രദാനം ചെയ്യും. ഞാനാണ് വലിയവൻ, ഞാനാണ് ജേതാവ് എന്നുള്ള ആ അഹന്തയുടെ, ഈഗോയുടെ ലഹരി. പക്ഷേ മനുഷ്യൻ്റെ സകലമാന അഹങ്കാരങ്ങൾക്കും അഹന്തകൾക്കുമെല്ലാം മുകളിൽ ഇന്നും ഒരു കാൽപ്പാട് പോലും പതിയാതെ പൂർണ്ണമായ പവിത്രതയോടെ ഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു പർവ്വതമുണ്ട്. അതാണ് കൈലാസം. ഹിന്ദുക്കളുടെയും ബുദ്ധ ജൈന മതക്കാരുടെയും ഏറ്റവും വലിയ പുണ്യഭൂമി. കൈലാസത്തെക്കുറിച്ച് നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഒരുപാട് അത്ഭുത കഥകൾ കേട്ടിട്ടുണ്ട്. അവിടെ പോയാൽ പെട്ടെന്ന് മനുഷ്യൻ്റെ പ്രായം കൂടും, സമയം നിലച്ചു പോകും, കോമ്പസുകൾ കറങ്ങും എന്നെല്ലാം. സത്യത്തിൽ കൈലാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് ഈ കപടശാസ്ത്രങ്ങളുടെയോ കെട്ടുകഥകളുടെയോ ഒന്നും യാതൊരു ആവശ്യവുമില്ല. കാരണം യാഥാർത്ഥ്യം ഈ കെട്ടുകഥകളെക്കാളൊക്കെ എത്രയോ മനോഹരവും മഹത്തരവുമാണ്. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ പ്രായം പെട്ടെന്ന് കൂടുന്നു എന്ന് തോന്നുന്നത് ഉയർന്ന പ്രദേശങ്ങളിലെ ഓക്സിജൻ്റെ കുറവ് ശരീരത്തിലുണ്ടാക്കുന്ന ക്ഷീണം കൊണ്ടാണ്, അല്ലാതെ അമാനുഷികമായിട്ടുള്ള റേഡിയേഷൻ കൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് എവറസ്റ്റിനേക്കാൾ 2000 മീറ്റർ ഉയരം കുറവായിരുന്നിട്ടും ഇന്നോളം ഒരു മനുഷ്യനും കൈലാസത്തിൻ്റെ മുകളിൽ കയറാത്തത്? വാസ്തവത്തിൽ അത് മാന്ത്രിക ശക്തികൾ കൊണ്ടല്ല, മറിച്ച് മനുഷ്യൻ്റെ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വികാരം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതായത് ബഹുമാനം അഥവാ റെവറൻസ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ഈശ്വരനായിട്ട്, സാക്ഷാൽ പരമശിവനായി കാണുന്ന ആ പർവ്വതത്തിൻ്റെ നെറുകയിൽ ചവിട്ടുന്നത് അവരോടുള്ള അനാദരവാണ് എന്ന് ലോകം തീരുമാനിച്ചു. അതെ, പ്രകൃതിയെ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ ആർത്തി പ്രകൃതിയോടുള്ള ആദരവിന് മുന്നിൽ വഴിമാറിയതിൻ്റെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതീകമാണ് കൈലാസം. അവിടെ തോറ്റത് ശാസ്ത്രമല്ല, മറിച്ച് മനുഷ്യൻ്റെ അഹന്തയാണ്. നാസയുടെ ഉപഗ്രഹ ചിത്രങ്ങളിലെ കൈലാസത്തിൻ്റെ നിഴല് യോഗിയുടെ രൂപത്തിലാണ് എന്നും മഞ്ഞ് വീഴുമ്പോൾ അവിടെ ഓം എന്നുള്ള അക്ഷരം തെളിയുമെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിനെ മനഃശാസ്ത്രത്തിൽ പരേഡോലിയ എന്നാണ് വിളിക്കുന്നത്. അതായത് പ്രകൃതിയിലെ ക്രമരഹിതമായിട്ടുള്ള രൂപങ്ങളിൽ നമ്മുടെ തലച്ചോറ് നമുക്ക് ഏറ്റവും പരിചിതമായതും നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നതുമായിട്ടുള്ള രൂപങ്ങളെ വരച്ചെടുക്കുന്ന ആ പ്രതിഭാസം. ഇത് ഒരു കെട്ടുകഥയാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. മനുഷ്യൻ്റെ തലച്ചോറിന് എത്ര മനോഹരമായിട്ടുള്ള ഒരു കഴിവാണ് പ്രകൃതി നൽകിയിരിക്കുന്നത്, അല്ലേ? അചേതനമായിട്ടുള്ള ഒരു കൽമഴയിലും മഞ്ഞിലും നിഴലിലും പോലും ദൈവത്തെയും പവിത്രതയെയും കണ്ടെത്താൻ കഴിയുന്ന മനുഷ്യൻ്റെ മനസ്സ് എത്രമാത്രം സുന്ദരമാണ്. ആ ഭാവനയാണ്, ആ ഇമാജിനേഷനാണ് മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്. ആ ഭാവനയിലാണ് നമ്മുടെ ആത്മീയതയുടെ വേരുകൾ നിലനിൽക്കുന്നത്. കൈലാസത്തിന് താഴെയായിട്ട് പ്രകൃതി അതിമനോഹരമായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ഒരു വലിയ മനഃശാസ്ത്ര പാഠമുണ്ട്. ഒരേ ഭൂമിയിൽ അടുത്തടുത്തായിട്ട് കിടക്കുന്ന 2 തടാകങ്ങൾ, ഒന്ന് മാനസരോവർ, മറ്റൊന്ന് രാക്ഷസ തടാകം. വളരെ ശാന്തമായ വൃത്താകൃതിയിലുള്ള ശുദ്ധജലമുള്ള മാനസരോവർ. എന്നാൽ തൊട്ടടുത്ത് തന്നെ അർദ്ധചന്ദ്രാകൃതിയിലുള്ള എപ്പോഴും കാറ്റും പ്രക്ഷുബ്ധതയുമുള്ള ഉപ്പുവെള്ളമുള്ള രാക്ഷസ തടാകം. പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ യുങ്ങിൻ്റെ സിദ്ധാന്തങ്ങൾ വെച്ച് മനുഷ്യൻ്റെ മനസ്സിനെ ഇതിനോട് ഉപമിക്കാം.
മാനസരോവർ എന്നത് നമ്മുടെ ബോധമനസ്സാണ്, കോൺഷ്യസ് മൈൻഡ്. നന്മകളും സ്നേഹവും പോസിറ്റീവ് ചിന്തകളും എല്ലാം നിറഞ്ഞ നമ്മൾ കാണുന്ന ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിക്കുന്ന ഏറ്റവും ശാന്തമായിട്ടുള്ള മുഖം. പക്ഷേ രാക്ഷസ തടാകമെന്നുള്ളത് നമ്മുടെ ഉപബോധ മനസ്സാണ്. കാളിയും അതിനെ ദ ഷാഡോ എന്നാണ് വിളിച്ചത്. നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മൾ അടക്കി പിടിച്ച ഭയങ്ങൾ, ദേഷ്യം, കുറ്റബോധം, സങ്കടങ്ങൾ, ഇവയെല്ലാം ഉറങ്ങിക്കിടക്കുന്ന ഇരുണ്ട അറയാണ് അത്. അവിടെ പലപ്പോഴും തിരമാലകളും പ്രക്ഷുബ്ധതയും ഒക്കെ ആയിരിക്കും. മനുഷ്യ മനസ്സിൻ്റെ ഈ സങ്കീർണമായ ഘടനയെ പ്രകൃതി എത്ര കൃത്യമായിട്ടാണ് കൈലാസത്തിന് താഴെ വരച്ചു വച്ചിരിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ട് വളരണമെങ്കിൽ മാനസരോവറിൽ മാത്രം നിന്നാൽ മതിയാവില്ല. നമ്മുടെ ഉള്ളിലെ രാക്ഷസ തടാകത്തെയും, അതായത് നമ്മുടെ കുറവുകളെയും ഭയങ്ങളെയും എല്ലാം നമ്മൾ തിരിച്ചറിയണം. അതിനെ ശാന്തമായിട്ട് അഭിമുഖീകരിക്കണം. ആ രണ്ട് മനസ്സുകളും സന്തുലിതമാകുമ്പോൾ മാത്രമേ നമുക്ക് കൈലാസത്തിലേക്ക്, അതായത് നമ്മുടെ തന്നെ ഏറ്റവും ഉയർന്ന ബോധത്തിലേക്ക്, അതായത് സൂപ്പർ കോൺഷ്യസ്നസ്, അവിടേക്ക് നടന്നു കയറാൻ സാധിക്കൂ. കൈലാസ ദർശനം എന്ന് പറയുന്നത് വെറും ഒരു യാത്രയല്ല, മറിച്ച് ഹിമാലയത്തിൻ്റെ ആ വലിയ തണുപ്പിലെ തലയുയർത്തി നിൽക്കുന്ന ആ മഹാവിസ്മയത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? മനഃശാസ്ത്രത്തിൽ അതിനെ എക്സ്പീരിയൻസ് ഓഫ് അതായത് അതിരില്ലാത്ത വിസ്മയത്തിൻ്റെ അനുഭവം എന്നാണ് പറയുന്നത്. ആ നിമിഷം ബാങ്ക് ബാലൻസിൻ്റെയും ഡിഗ്രികളുടെയും അധികാരത്തിൻ്റെയും ഒക്കെ മുകളിൽ നമ്മൾ കെട്ടിപ്പടുത്ത, നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ ഈഗോ ഇല്ലേ, അത് പൂർണ്ണമായിട്ടും അലിഞ്ഞ് ഇല്ലാതാവും. ഞാൻ എത്ര ചെറുതാണ് എന്നുള്ള ഒരു തോന്നലല്ല, യാഥാർത്ഥ്യം അത് നമ്മളിൽ നിറയും. ഈ അഹന്തയുടെ മരണത്തെയാണ് ആത്മീയതയിൽ ശിവദർശനം എന്ന് വിളിക്കുന്നത്. ശൂന്യതയെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ശിവതത്വം. പ്രിയപ്പെട്ടവരെ, എല്ലാം വെട്ടിപ്പിടിക്കാനും എല്ലാം ശാസ്ത്രത്തിൻ്റെ അളവുകോലുകൾ വെച്ച് അളക്കാനുമുള്ള നെട്ടോട്ടത്തിലാണ് ഇന്ന് മനുഷ്യരിൽ ഭൂരിഭാഗവും. എന്നാൽ ചില പർവ്വതങ്ങൾ, പ്രകൃതിയുടെ മഹാവിസ്മയങ്ങൾ അളവുകോലുകൾക്കൊന്നും പിടികൊടുക്കാതെ, ഒരു കാൽപ്പാട് പോലും പതിയാതെ നമ്മുടെ വിശ്വാസങ്ങളുടെയും അത്ഭുതങ്ങളുടെയും എല്ലാം ഒരു പ്രതീകമായി കൈലാസം അങ്ങനെ തന്നെ എക്കാലവും തലയുയർത്തി നിൽക്കട്ടെ. കാരണം മനുഷ്യന് ജീവിക്കാൻ കുറച്ച് വിശ്വാസങ്ങളും അതിശയിപ്പിക്കാൻ ചില വിസ്മയങ്ങളുമെല്ലാം എപ്പോഴും ആവശ്യം തന്നെയാണ്. ശാസ്ത്രം നമ്മുടെ ബുദ്ധിക്ക് വെളിച്ചം പകരുമ്പോൾ ആത്മീയത നമ്മുടെ ഹൃദയത്തെ ശാന്തമാക്കുന്നു. ഇവ രണ്ടും സമ്പൂർണ്ണമായിട്ട് സമന്വയിക്കുന്നിടത്താണ് മനുഷ്യൻ പൂർണ്ണനായിട്ട് മാറുന്നത്. പ്രകൃതിയുടെ ഈ മഹാവിസ്മയത്തിന് മുന്നിൽ നിങ്ങളുടെ സ്വന്തം ഉള്ളിലെ കൈലാസത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ചിന്തകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരല്പം പ്രകാശം തെളിയാനിത് സഹായിച്ചു എങ്കിൽ തീർച്ചയായും ഇത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. മറ്റൊരു വ്യത്യസ്തമായ വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.